നെപ്പോളിയൻ ബോണപ്പാർട്ടെ. ഇറ്റലിക്കാരനായി ജനനം, മിലിറ്ററിയിൽ കരിയർ വളർച്ച, കൂർമ്മ ബുദ്ധിയും സ്ട്രാറ്റജിയിലും പ്രശസ്തൻ. ഫ്രാൻസ് രാജവാഴ്ചയ്ക്കും അന്ന് നടമാടിയ മാടമ്പികളുടെ അനീതിക്കെതിരെയും നടന്ന ഫ്രഞ്ച് റവല്യൂഷനെ സപ്പോർട്ട് ചെയ്ത് തുടക്കം. ആദ്യമൊക്കെ ഫ്രാൻസിന്റെ പ്രതിനിധി പോലെയാണ് കോൺക്വസ്റ്റുകൾ അദ്ദേഹം നടത്തിയത്. പക്ഷേ പതുക്കെ വ്യക്തിയധിഷ്ഠിതമായി ഇത് മാറാൻ തുടങ്ങി. ശേഷം ഫ്രാൻസിന്റെ ചക്രവർത്തിയായി സ്വയം അവരോധിച്ചു. ധാരാളം യുദ്ധങ്ങളും രക്തച്ചൊരിച്ചിലുമുണ്ടായ പിടിച്ചടക്കലുകൾ ആണെങ്കിലും അക്കാലത്ത് യൂറോപ്പിന്റെ ഒരുതരം ഒത്തൊരുമയ്ക്ക് നെപ്പോളിയൻ കാരണമായി. ഭരണത്തിലിരിക്കുമ്പോൾ അനവധി പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നുവെങ്കിലും എടുത്തു പറയേണ്ട ഒന്ന് നെപ്പോളിയൻ കോഡാണ്. ജനനം കൊണ്ട് മാത്രം ഒരു വ്യക്തിക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ ഒഴിവാക്കി നിയമത്തിന് മുന്നിൽ ജനങ്ങൾക്ക് തുല്യത ഉറപ്പാക്കലായിരുന്നു ഇതിന്റെ പ്രധാന തത്വം. ഇന്നും പ്രസക്തമായ ഫ്രീഡം ഓഫ് റിലിജിയൻ, സ്പീച്ച്, കല്യാണം, ഡിവോഴ്സ്, പാരമ്പര്യ സ്വത്ത് കൈമാറ്റം ഒക്കെ അഡ്രസ് ചെയ്യുന്ന ഒരു നിയമരീതിയായിരുന്നു ഇത്. ശേഷം പല യൂറോപ്യൻ രാജ്യങ്ങളും ഇത് അനുകരിക്കുകയുണ്ടായി. പക്ഷേ ഇതിൽ സ്ത്രീ സ്വാതന്ത്ര്യമോ അവകാശങ്ങൾക്കോ വലിയ പ്രാധാന്യമില്ലായിരുന്നു. പക്ഷേ ഇതിന്റെ മറ്റ് നല്ല വശങ്ങൾ കൊണ്ട് ഇന്നും ലീഗൽ ഹിസ്റ്ററിയിൽ നെപ്പോളിയൻ കോഡിന്റെ സ്ഥാനം വിസ്മരിക്കാവുന്നതല്ല.